കൊച്ചമ്മ, പ്രാർത്ഥനായോഗത്തിൻ്റെയും ഡെലിഗേറ്റ്സിൻ്റെയും ഇനാംസിൻ്റെയും ചുമതലക്കാരെ, ഈ ദേവാലയത്തിൻ്റെ ചുമതലക്കാരായിട്ടുള്ള അനേകം മുഖ്യങ്ങളെ, അതുപോലെ മക്കളേസന്മാരും ഇവിടുത്തെ പ്രാർത്ഥനായോഗത്തിൻ്റെ ഭാരവാഹികളെ എവിടെ നിന്നെടുത്തു? ഇതിൻ്റെ എല്ലാം പൊതിഞ്ഞ് തീർന്ന ഭാര്യയിലേക്ക് അല്ലേ? അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കി എന്ത് കേട്ട മണ്ണാണ്, സ്ത്രീയെ ഉണ്ടാക്കി എന്തിട്ട ഭാര്യയില്ല. മണ്ണിന്റെ സ്വഭാവം എന്തുവാ? വെള്ളം വീണ അരിഞ്ഞ് അല്ലേ? പുരുഷന്മാർ അല്ലേ? ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരൊക്കെ ഇത്രയേ ഉള്ളൂ. ഒന്ന് കണ്ണിന് കാണിച്ചാൽ മതി, അവിടെ വീഴും, അവിടെ വീഴും. പക്ഷെ അവിടെ ഉണ്ടാക്കിയതോ എന്തുകൊണ്ട്? ആസിഡ് വീണാൽ പോലും മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹം ഹൃദയസ്പന്ദം ഇങ്ങനെ ഉണ്ടായി, ആ സ്നേഹത്തിൽ വളർന്നു. പക്ഷേ ഇവരോട് ചില നിയമങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്നത് കഴിക്കാം, ഇന്നത് കഴിക്കരുത്, ഇന്നത് ചെയ്യരുത്, അതിനുകളുടെ ഒരു പട്ടിക കൊടുത്തിരുന്നു. പക്ഷെ എന്താ പറ്റി? ഒരു ദിവസം പോട്ടെ, ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്, പെട്ടെന്ന് പറയണം, സമയമില്ല. ആദാമിന്റെ ജോലി എന്തായിരുന്നു? തോട്ടം സൂക്ഷിക്കാം. ആദാം ചെയ്ത ജോലി എന്തായിരുന്നു? എങ്ങനെ പഠിച്ചില്ല? അതെ, ഞാൻ പഠിപ്പിച്ച അതാ പഠിപ്പിന് ദോഷമാണ് ഏറ്റവും മനസ്സിലായി. അപ്പൊ ആദാം ഉറങ്ങി, അപ്പോൾ ഇവിടെ ഇറങ്ങി. അവരൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. കഴിച്ചു. ഭർത്താവെ, ഇവിടെ ആഹാരത്തിനും മുട്ടില്ല, ഒരു സമ്പത്തിനും മുട്ടില്ല, ഒരു കുഴപ്പവുമില്ല. ദൈവങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാം കഴിക്കാം, എല്ലാം ചെയ്യാം, എല്ലാം ഇങ്ങനൊരു സന്തോഷത്തിന്റെ അവതാരം. അപ്പോൾ വീണ്ടും ചോദിച്ചു, അല്ല വാസ്തവമായി നീ നിന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അതേതൊക്കെയാണ്? അപ്പോഴേ അവൾ ഓർക്കുന്നത്, എന്നാൽ പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. എന്തോ ഒന്ന് ജീവന്റെ വൃക്ഷവും മറ്റൊന്ന് വിശ്വസിക്ക്. ഞാൻ പറയുന്നു, അത് കഴിച്ച ഈ ദൈവത്തെ പോലെ. നീ ആരെ പോലെയാവും? ദൈവത്തെ പോലെ ആകുമ്പോൾ പിന്നെ അതിന് മുമ്പ് നിനക്ക് വിവരം എന്തുണ്ടാവും? വിവരമുണ്ട്. വിവരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവള് പറഞ്ഞൊക്കെ ശരിയാണ്. ആണ്. ഒന്നുകൂടെ ആലോചിച്ചു. അപ്പൊ അറിയാം, കളത്തിലേക്ക് കണ്ടു, മോഹിച്ചു, പറിച്ചു അല്ലേ? കണ്ടു, മോഹിച്ചു, പറിച്ചു. ഈ 4 കാര്യമാണ് ഇന്നും നടക്കുന്നത് അല്ലേ? ദാവീദ് കണ്ടു, എന്നുള്ളിൽ നിന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപമേ ഇറങ്ങി പിന്നിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു കാത്തുതന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർത്തിടുന്ന എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനഭൂമിയും നീങ്ങിപ്പോകിലും വാക്കുതന്നവൻ മാറിപ്പോകില്ല. മധ്യദേവനും മറന്നുപോകിലും വചനമായവൻ മാറിപ്പോകില്ല. കന്മജനങ്ങൾ നീങ്ങിപ്പോകില്ല. യേശുനാഥൻ കരവിനായി കാരണം ധരിച്ചിടും സൂതസംഘങ്ങൾ ആർത്തുപാടിടും. ആയിരയിലന്നു നിന്നു ശുദ്ധരത്തു വാഴ്ത്തിടുന്ന എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. യേശുനാഥൻ വരവിനായി കാരണം ധരിച്ചിടുമ്പോൾ ദൂതസംഘങ്ങൾ ആർത്തുപാടിടും. ആയിരയിലന്നു നിന്നു ശുദ്ധരത്തു വാഴ്ത്തിടുന്ന എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനഭൂമിയും നീങ്ങിപ്പോകിലും വാക്കുതന്നവൻ മാറിപ്പോകില്ല. മധ്യദേവനും മറന്നുപോകിലും വചനമായവൻ മാറിപ്പോകില്ല. കന്മജനങ്ങൾ നീങ്ങിപ്പോകില്ല.
ദൃശ്യമായ കാതുകൾ ശ്രവിച്ചിടാത്ത മാനസത്തിങ്കൽ തോന്നിടാത്തതും യെരൂശലേമിലന്നു ചെന്നു പ്രാപിക്കുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. കണ്ണുകൾക്ക് ദൃശ്യമായ കാതുകൾ ശ്രവിച്ചിടാത്ത മാനസത്തിങ്കൽ തോന്നിടാത്തതും യെരൂശലേമിലന്നു ചെന്നു പ്രാപിക്കുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനും ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മധ്യേ വരും മറന്നുപോകിലും വചനമായവൻ മാറിപ്പോകില്ല. തന്മജനങ്ങൾ നീങ്ങിപ്പോകില്ല. കഷ്ടസങ്കടങ്ങളില്ല, കണ്ണുനീർവിലാപമില്ല, ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ. നിത്യമായ തേജസ്സിന്റെ നാഥനെ നമ്മാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. കഷ്ടസങ്കടങ്ങളില്ല, കണ്ണുനീർവിലാപമില്ല, ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ. നിത്യമായ തേജസ്സിന്റെ നാഥനെ നമ്മാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മധ്യേ വരും മറന്നുപോകിലും വചനമായവൻ മാറിപ്പോകില്ല. തന്മജനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്കു തന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺപവേനം വിട്ടകന്നു ചേർന്നിടുന്ന